എന്താണ്? പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അതിൽ ഈശോ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പെസഹ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ, കൃപയുടെ സ്നിഗ്ധമായ ആത്മാവോടെ നമ്മൾ ഒരു പെസഹായിലൂടെ പോവുകയാണ്. കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത ഓർമ്മ. പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല്, എൻ്റെ ഓരോ പ്രാർത്ഥനകളെ, ഓരോ കുർബാന, ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ, എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം. അല്ല, എൻ്റെ രീതിയിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തുള്ളൂ. പെസഹ രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസഹ രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും. ചിലടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഭക്തിയല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാകും.